സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി നോക്കാം. അപ്പോൾ എന്തായാലും ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ട്രിക്ക് നോക്കാം വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷനോ ഗെയിംസോ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? നമ്മൾ ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ, ഈ ആപ്ലിക്കേഷൻ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യും. ഓപ്പൺ ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യണത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇൻസ്റ്റാൾ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആവും. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, വിച്ച് വി റെയർലി യൂസ്. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ട്വിറ്റർ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ അൺഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ കൊടുക്കണം, എന്നിട്ട് അൺഇൻസ്റ്റാൾ ആവുക. അതേമാതിരി നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസിൽ പോവുക. മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മാനേജിൽ പോവുക. മാനേജിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് കാണണ്ടാവും. കണ്ടില്ലേ? നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇൻസ്റ്റാൾ ആയിരിക്കണം അതിവിടെ കാണാൻ പറ്റും. അതേമാതിരി ഇവിടെ ആപ്സ് ആൻഡ് ഗെയിംസ് റീസെൻ്റ്ലി അപ്ഡേറ്റഡ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലീസ്റ്റ് യൂസ്ഡ്, നമ്മൾ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ ഞാൻ ഭയങ്കര ലീസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? പിന്നെ ഇവിടെ എക്സ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് മെമ്മറി എത്രയാണെന്ന്. 263 MB ആണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ അൺഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 apps വിൽ ബി അൺഇൻസ്റ്റാൾ ഫ്രം യുവർ ഡിവൈസ്. അപ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ആ രണ്ട് ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതുമാതിരി നമുക്ക് ഏതൊക്കെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണോ അതുമാതിരി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും വിത്ത് 1 ക്ലിക്ക്. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയ ആപ്ലിക്കേഷൻ വേറെ ഒരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസിൽ പോവുക. ഇവിടെ ഷെയർ ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ആൻഡ് റിസീവ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സെൻഡ് എന്ന് കൊടുക്കുക. സെൻഡ് എന്ന് കൊടുത്തിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് മറ്റൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്ലെവർ ടൈപ്പ് ഈ രണ്ട് ആപ്ലിക്കേഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേമാതിരി നിങ്ങളുടെ വേറെ ഫോൺ എടുക്കുക. വേറെ ഫോൺ എടുത്തിട്ട് അതേ ചെയ്യുക. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസിൽ പോവുക. ഇവിടെ റിസീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്, റിസീവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗാലക്സി F14 കാണാനുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ റെഡി ടു റിസീവ് കൊടുക്കുക. അപ്പോൾ ഈ ഫോണിലത്തെ ആപ്ലിക്കേഷൻ ഇതിലേക്ക് സെൻഡ് ആവുന്നതാണ്. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ വല്ലതും വൈറസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻറ്റിവൈറസ് എന്ന് സെർച്ച് ചെയ്യും. ആൻറ്റിവൈറസ് സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആൻറ്റിവൈറസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്കാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ഹാർംഫുൾ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇതായിരുന്നു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അബൌട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്